നമുക്കൊപ്പം എ കെ അഭിലാഷ് ചേരുകയാണ്. എ കെ അഭിലാഷ്, നമ്മൾ വായിക്കുന്തോറും കൂടുതൽ MT അറിയുകയാണ്. ഇനി അങ്ങനെ MT അറിയുന്നതിനായി ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ വരും തലമുറകൾക്കെല്ലാം വായിച്ചറിയാവുന്നതിന് പരമാവധി സമ്മാനിച്ചല്ലേ അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്? സുജയ, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. പരമാവധി, കാരണം 7 പതിറ്റാണ്ട് കാലം അദ്ദേഹം സാഹിത്യ ലോകത്തിൽ നൽകിയിരിക്കുന്ന സംഭാവനകൾ അത് ഒരു ജന്മം കൊണ്ട് തീർക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വായിച്ച് തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ ശേഖരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഈ മലയാള സാഹിത്യ വേദികളിലൊക്കെ അല്ലെങ്കിൽ സാഹിത്യപ്രേമികളിലൊക്കെ മനസ്സിൽ മഞ്ഞ് പെയ്ച്ച് കുളിർമഴ പെയ്ച്ച ആ വലിയ സാഹിത്യകാരൻ ഇപ്പോൾ, ആ സാഹിത്യകാരൻ്റെ ഭൗതികദേഹം ഇപ്പോൾ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാൻ കഴിയും: അദ്ദേഹം അമരത്വം വരിക്കുകയാണ്. മലയാള സാഹിത്യവേദിയിൽ അമരത്വം വരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം കൂടുതൽ തെളിഞ്ഞു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ രണ്ടാമനായി പോയ ഭീമനെ ഒന്നാമതാക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ആ സിനിമ, മഹാഭാരതം എന്ന സിനിമ ഒരു പക്ഷേ അഭ്രപാളികളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നിരാശ മാത്രമായിരിക്കും MTയെ സംബന്ധിച്ച് അവസാനമായി ബാക്കിയുണ്ടാവുക. ഒരു പക്ഷേ നിരാശയായി ബാക്കിയുണ്ടാവുന്ന ഒരു കാര്യം, മറ്റെല്ലാ തരത്തിലും അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് സാഹിത്യ ലോകത്തും അതോടൊപ്പം തന്നെ മാധ്യമരംഗത്തുമൊക്കെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു പക്ഷേ നമുക്കറിയാം, അദ്ദേഹം പ്രിൻ്റ് മീഡിയയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത്. ആളുകൾ അറിയാതെ അദ്ദേഹം ഈ ലോകത്തുനിന്നും അറിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പോലും ആ ആഗ്രഹത്തിനൊത്തവണ്ണം തന്നെ ഇന്ന് നമുക്കറിയാം പ്രിൻ്റ് മീഡിയ ഇന്ന് പ്രിൻ്റ് ചെയ്യുന്നില്ല, മാധ്യമം പ്രിൻ്റ് ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ പ്രകൃതി പോലും വഴങ്ങുന്ന ഒരു നിലയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സവിശേഷമായ ഒരു കാര്യം കൂടിയാണ്. അതാണ് അദ്ദേഹം ആഗ്രഹിച്ചതും. ആരും തന്നെപ്പോലെ സാധാരണക്കാരെ പോലെ സാധാരണക്കാരനായി ഈ മരണത്തിലേക്ക് പോവുക, തൻ്റെ വിടവ് നഗരത്തെയോ അല്ലെങ്കിൽ നാടിനെയോ മനുഷ്യരെയോ ഒന്നും അറിയിക്കാതെ പോവുക, താൻ ഇവിടെ നൽകിയിരിക്കുന്ന സംഭാവനകളെക്കുറിച്ച് മാത്രം ജനങ്ങൾ ബോധവാന്മാരാകുക, ആ സംഭാവനകളാണ് ഈ നാട് ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് അവരുടെ മാതൃകയാക്കേണ്ടത് എന്നുള്ള നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം മരണാനന്തര ചടങ്ങുകളടക്കം എങ്ങനെ വേണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് തൻ്റെ നിലപാട് ഇതാണ് എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്ത്. ഏതായാലും MT ശരീരം കൊണ്ട് അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് ഇല്ലാതാവുമ്പോൾ പോലും അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകൾ, അദ്ദേഹം സ്വീകരിച്ചിരുന്ന കടുത്ത നിലപാടുകൾ, അതായത് നിശബ്ദമായി നിൽക്കുമ്പോൾ പോലും തൻ്റെ വാക്കുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ട്, തൻ്റെ നിശബ്ദതയ്ക്ക്